വചനോദയം. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള തിരുവചനം. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ എന്ന് നീ പിടിക്കപ്പെടും. വചന വിചിന്തനം. ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ യേശുവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ഉച്ചരിക്കുന്ന ആദ്യത്തെ വചനം നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്നതാണ്. ഈ ചോദ്യം യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് മാത്രമല്ല, നമ്മളെല്ലാവരോടുമായി യേശു ചോദിക്കുന്നു. ചോദ്യത്തിന് പ്രത്യുത്തരമായി അന്ത്രയോസും മറ്റു ശിഷ്യരും ചെയ്തതുപോലെ നമ്മളും ചെയ്യാൻ നിർബന്ധിതരാണ്. അവർ പോയി യേശു വസിക്കുന്നിടം കാണുകയും അവനോടുകൂടി താമസിക്കുകയും ചെയ്തു. യേശുവിൻ്റെ ചോദ്യത്തിന് ശിഷ്യന്മാർ മറുചോദ്യമാണ് ചോദിക്കുന്നത്, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഒരർത്ഥത്തിൽ യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിലൂടെ നൽകുവാൻ പരിശ്രമിക്കുന്നത്. അതായത്, യേശു ദൈവത്തോടു കൂടി വസിക്കുന്നവനാണ്. അവൻ പിതാവിൻ്റെ ഹൃദയത്തോട് ചേർന്നാണ് വാസമുറപ്പിക്കുന്നത്. യേശുവിൻ്റെ വാസസ്ഥലം കണ്ടതിനു ശേഷം അന്ത്രയോസ് സമയമൊന്നും പാഴാക്കാതെ തൻ്റെ സഹോദരൻ ശിമയോനെ യേശുവിൻ്റെ പക്കൽ കൊണ്ടുവരികയാണ്. നമ്മളും അന്ത്രയോസിനെ പോലെ യേശുവിൻ്റെ ശിഷ്യത്വത്തിലൂടെ കടന്ന് പ്രേക്ഷിതരായി തീരണം. നമ്മുടെ അനുദിന വിശുദ്ധ ഗ്രന്ഥ വായനയും വ്യക്തിപരമായ പ്രാർത്ഥനയും കൗദാശിക ജീവിതവുമാണ് യേശുവിനോടൊപ്പമുള്ള നമ്മുടെ വാസം. ഇതിലൂടെ നമുക്കും മറ്റുള്ളവരെ യേശുവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം.